പുതിയ മാധ്യമ നിയമത്തിലെ 23-ാം ഖണ്ഡികയനുസരിച്ച് ഒമാനികളല്ലാത്ത മാധ്യമപ്രവർത്തകർക്കും മാധ്യമ സ്ഥാപനങ്ങൾക്കും ഡിജിറ്റൽ മീഡിയ രംഗത്തുള്ളവർക്കും രാജ്യത്ത് പ്രവർത്തിക്കണമെങ്കിൽ പ്രത്യേക ലൈസൻസ് എടുക്കണം. ഇത്തരത്തിൽ ലൈസൻസ് എടുക്കുന്നവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ മാധ്യമ പ്രവർത്തനം നടത്താം. മാധ്യമ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്ന ഏതൊരാൾക്കും 1 വർഷത്തിൽ കുറയാത്തതും 3 വർഷത്തിൽ കൂടാത്തതുമായ തടവ് ശിക്ഷ ലഭിക്കുമെന്നും നിയമം പറയുന്നു. ഇത്തരക്കാർ 50,000 റിയാലിൽ കുറയാത്തതും 1,00,000 കൂടാത്തതുമായ പിഴ അടയ്ക്കേണ്ടി വരും. ഈ 2 ശിക്ഷകളും ഒരുമിച്ചോ രണ്ടായോ അനുഭവിക്കേണ്ടി വരുമെന്നും നിയമത്തിൽ പറയുന്നുണ്ട്. അതേസമയം ലൈസൻസ് ഇല്ലാതെയോ ലൈസൻസിലെ വ്യവസ്ഥകൾ ലംഘിച്ചോ മാധ്യമപ്രവർത്തനം നടത്തിയാൽ 1 വർഷത്തിൽ കുറയാത്തതും 3 വർഷത്തിൽ കൂടാത്തതുമായ തടവ് ശിക്ഷ ലഭിക്കും. 10,000 റിയാലിൽ കുറയാത്തതും 20,000 കൂടാത്തതുമായ തുകയാകും പിഴ ശിക്ഷ. കാലാവധി കഴിഞ്ഞ ലൈസൻസ് ഉപയോഗിച്ച് മാധ്യമപ്രവർത്തനം നടത്തിയാലും ഇതേ ശിക്ഷകൾ ലഭിക്കും. ഇത്തരം മാധ്യമപ്രവർത്തകർ ഉപയോഗിക്കുന്ന ക്യാമറകൾ അടക്കമുള്ള സാധനങ്ങൾ കണ്ടുകെട്ടും. അടിസ്ഥാനരഹിതമായ വാർത്ത പ്രസിദ്ധീകരിച്ചാൽ 3 മാസത്തിൽ കുറയാത്തതും 1 വർഷത്തിൽ കൂടാത്തതുമായ തടവ് ശിക്ഷയും 5,000 മുതൽ 15,000 റിയാൽ വരെ പിഴയും ലഭിക്കുമെന്ന് നിയമം പറയുന്നുണ്ട്. പൊതുധാർമ്മികതയുമായി പൊരുത്തപ്പെടാത്തതും അന്വേഷണങ്ങളെയോ വിചാരണകളെയോ സംബന്ധിച്ച് തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്നതുമായ വാർത്തകൾ നൽകിയാലും നിയമ നടപടി നേരിടേണ്ടി വരും. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.